ഇല്ല കണ്ടോ, പ്രൊഡ്യൂസർക്ക് ഉറങ്ങാൻ പറ്റില്ലെന്ന് അതുകൊണ്ട്. അല്ല, ഞാൻ ഹൃദയത്തിന്റെ കാര്യമല്ല പറഞ്ഞു. സ്വന്തം സിനിമ അല്ല, പ്രൊഡ്യൂസർ ഹൃദയം മാത്രമല്ലല്ലോ, ഞാൻ അഭിനയിച്ച സിനിമകളെല്ലാം വരൂലേ? സ്വന്തം സിനിമ ഉണ്ട്, ഉറങ്ങിപ്പോയിട്ടുണ്ട്, ഉണ്ട്. ഏത് സിനിമയാന്ന് ഇല്ല, പറയില്ല. ഇല്ല, ഞാനൊന്നും നിർബന്ധിക്കില്ല. ഓക്കെ, രണ്ടാമത്, ദേഷ്യം വന്നപ്പോൾ മൊബൈൽ എടുത്ത് എറിഞ്ഞിട്ടുണ്ട്. ഐ ഹാവ് നെവർ. കാശ് കൊടുത്ത് വാങ്ങിച്ച സാധനം. അത് സത്യം കേട്ടോ, പക്ഷെ ചിലത് അങ്ങനെയുണ്ട്. സത്യം പറ പ്രൊഡ്യൂസറെ. എറിഞ്ഞ് പൊട്ടിക്കാറില്ല, കാരണം വില കൂടി ഫോൺ. അതാണ് നമ്മള് വേറെ ചെറിയ സാധനം ആണെങ്കിൽ എടുത്ത് പൊട്ടിച്ചത്. അങ്ങനെ എഴുതി പൊട്ടിച്ച സാധനം എന്തെന്നാ? അങ്ങനെ പൊട്ടിച്ച് അങ്ങനെ സംഭവമൊന്നുമില്ല. അല്ല, പേന എഴുതിക്കൊണ്ട് ഒന്നും ശരിയല്ലെങ്കിൽ പേന എടുത്തെറിയും. ഇത്രേ ഉള്ളൂ, പേരല്ലേ വാങ്ങിക്കാനല്ലോ, സമാധാനമുണ്ട്. ഓക്കെ, ഇനി ഒരു ക്ലീഷേ ക്വസ്റ്റ്യനാ. മറ്റൊരാളുടെ ബ്രഷ് അബദ്ധത്തിലെടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. യെസ്, ഇല്ലാന്ന് തോന്നുന്നു. അതപ്പോ അബദ്ധമായാലും അറിഞ്ഞിട്ടില്ല അപ്പൊ. ഓക്കെ, വെള്ളം ഒഴിച്ച് ബോധം പോയിട്ടുണ്ട്. യെസ്, നോ. ഓ, ഭയങ്കര കപ്പാസിറ്റി ആണെന്നല്ലേ, അങ്ങനെ ബോധം. അല്ല, ഞാൻ കഴിക്കൂല, ഞങ്ങള് രണ്ടുപേരും കഴിക്കൂല. ഓക്കെ, ഇഷ്ടപ്പെടാത്ത സിനിമയെ പുകഴ്ത്തിയിട്ടുണ്ട്. യെസ്, നോ. ഇല്ല, എന്നാലും ആരെങ്കിലും പറയില്ല നമ്മളോട് ഒരു റിവ്യൂ ഇടുവോ പേജിൽ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ചെയ്യില്ല അല്ലേ? വഞ്ചന ചതി പാടില്ല. ഇഷ്ടപ്പെടാത്ത സിനിമയാണെങ്കിൽ മിണ്ടാണ്ട് പോവുക, അല്ലെങ്കിൽ എന്തെങ്കിലും ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യം നന്നായിട്ടുണ്ട് എന്നൊക്കെ പറയാം. അതിൽ എന്തെങ്കിലും നല്ല ആസ്പെക്ട് ഉണ്ടാവുക, അതിനെപ്പറ്റി സംസാരിക്കാൻ സ്കൂട്ടാവുക. ഞാൻ വിനീതിന്റെ പടം ആക്ട് ചെയ്ത പടം ഏതെങ്കിലും പ്രശ്നമില്ലെങ്കിൽ ഇഷ്ടമല്ലെന്ന് ആദ്യ ദിവസം വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അതാണ് നല്ലത്. അറ്റ്ലീസ്റ്റ് നമുക്ക് അറിയാൻ പറ്റും. ഒരു ഫോൺ കോള് എന്റെ മാത്രമായിരിക്കും കൂടുതലെന്ന് പറഞ്ഞു. അത് അടുത്ത ദിവസം വരെ ഞാൻ ഉറക്കം കാണത്തില്ല എനിക്ക്. അയ്യോ, ശരി. അടുത്ത എന്താ വെച്ചാൽ ആരാധകന് തെറ്റായ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വിനോദം ചെയ്തിട്ടുണ്ടാവും, എനിക്ക് ഉറപ്പാണ്. അവിടെയോ? ഇല്ല, സ്വന്തം നമ്പർ ചോദിക്കുന്നവർക്ക് കൊടുക്കാറുണ്ടോ? പണ്ടാണ്. ഇപ്പൊ ഞാൻ നല്ല കുട്ടിയെന്ന് ആവാൻ ശ്രമിക്കണ്ടേ, എനിക്ക് മനസ്സിലായി. കൊടുത്തിട്ടുണ്ടോ? കണ്ടോ? ശരിയാ. ആണോ? ആരാധികയ്ക്കാണോ ആരാധകനാണോ കൊടുത്തത്? ആരാധികൾക്കെല്ലാം ഞാൻ തെറ്റായ ഫോൺ നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ പണ്ട് യൂസ് ചെയ്ത ഫോണുണ്ട്, ഇപ്പൊ ഉപയോഗത്തിലില്ലാത്ത, അതാ കൊടുത്തിട്ടുള്ളത്. അജു ചേട്ടനും ഇതേ കാര്യം ചെയ്തിട്ടുണ്ട്. അതെ, പഴയ നമ്പർ. ഞങ്ങൾ ഒരേ കോളേജിലാണ് പഠിച്ചത്. അജുടെ ഇൻകമിങ് ഇല്ലല്ലോ. അജുന് ഇൻകമിങ് ഇല്ല. അജുനെ വിളിക്കണമെങ്കിൽ അങ്ങോട്ട് മെസ്സേജ് അയച്ചാൽ അവൻ ഇങ്ങോട്ട് വിളിച്ചാലായി. ഞങ്ങൾ കിട്ടൂല. അതങ്ങനെയാണ്, ഒരു പ്രഹേളികയാണ്. ഓക്കെ, ആദ്യ കാഴ്ചയിൽ തന്നെ ഒരു നടിയോട് പ്രണയം തോന്നിയിട്ടുണ്ട്.